കോഴിക്കോട് മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അതിജീവിതയുടെ ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമം. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയായ യുവതിക്ക് നേരെയാണ് ശനിയാഴ്ച രാത്രി ഹോട്ടൽ ഉടമയുടെയും 2 ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് പീഡന ശ്രമം ഉണ്ടായത്. അഖില CP വിവരങ്ങളുമായി ഒപ്പമുണ്ട്. അഖില, ഇത് എങ്ങനെയായിരുന്നു സംഭവം? ഏത് തരത്തിലാണ് ഈ യുവതിയുടെ കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാൻ ഇവർ ശ്രമിച്ചത്? മോത്തി, യുവതി പീഡന ശ്രമത്തിനിടെ പരിക്ക് പറ്റി ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ യുവതിയുടെ ബന്ധുക്കളെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ മുക്കം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ അതിജീവിതയുടെ ബന്ധുക്കളെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. കേസ് പിൻവലിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ വെക്കുന്നു. പക്ഷേ അമ്മ വഴങ്ങിയില്ല, അതായത് യുവതിയുടെ അമ്മ വഴങ്ങിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യുവതിക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. നട്ടെല്ലിന് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ഒരു പീഡന ശ്രമം യുവതിക്ക് നേരെ നടക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് ഒരു സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരിയാണ്. അതായത് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് ആ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സമീപത്ത് ഒരു വാടക വീട്ടിലാണ് യുവതി താമസിച്ചിരുന്നത്. അപ്പോൾ യുവതി താമസിക്കുന്ന രാത്രി 11 മണിയോടെ യുവതി താമസിച്ച വീട്ടിലേക്ക് ഇത്തരത്തിൽ ഈ ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസും മറ്റ് ജീവനക്കാരായിട്ടുള്ള സുരേഷും റിയാസും ചെല്ലുകയായിരുന്നു. അത്തരത്തിലൊരു പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണത്. ഗുരുതരമായ പരിക്കുകളോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾ ഈ യുവതിയെ പറ്റി മോശമായ രീതിയിലുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ യുവതിയുടെ കയ്യിൽ ഇവർക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ പ്രതികൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് യുവതി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ റെക്കോർഡിംഗ് സംവിധാനം ഓണായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്രമിക്കാൻ വരുന്നതിൻ്റെയും പിന്നീട് നടക്കുന്ന സംഭാഷണങ്ങളുടെയും എല്ലാം ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. എന്നാലും കുടുംബം ഇത്തരത്തിൽ ഒരു പ്രതികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിജീവിതയെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. 3 പ്രതികളും ഒളിവിലാണ്. ഇത്തരത്തിൽ മുക്കം പോലീസ് ഇപ്പോൾ കേസന്വേഷണം തുടരുകയാണ്.